വിമാനം നവി മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ മുംബൈക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പാണ് സഫലമായത്. നഗരത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഉച്ചയ്ക്ക് 2:40 നവി മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത പ്രധാനമന്ത്രി ടെർമിനൽ സന്ദർശിച്ച ശേഷം ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. 19,647 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വിമാനത്താവളത്തിന് തറക്കല്ലിട്ടതും മോദി തന്നെയായിരുന്നു. 2160 ഏക്കറിലായി നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തെങ്കിലും ആദ്യ സർവീസുകൾക്ക് ഡിസംബർ വരെ കാത്തിരിക്കണം. എന്നാൽ നവി മുംബൈയുടെ വികസന മുന്നേറ്റത്തിൽ നിർണായകമാണ് ഈ പദ്ധതി. ഡിസംബർ മുതൽ 12 മണിക്കൂറായിരിക്കും വിമാനത്താവളം പ്രവർത്തിക്കുക. 2007 പ്രാഥമിക അനുമതി ലഭിച്ച പദ്ധതിയാണിത്. 2010 സംസ്ഥാനതല അനുമതികളും കിട്ടി. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ, പരിസ്ഥിതി അനുമതികൾ തുടങ്ങിയ വെല്ലുവിളികൾ നീണ്ടുപോയി. പിന്നീട് 2018 പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന പദ്ധതി നവി മുംബൈ മേഖലയിൽ വലിയ വികസനങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാനും സുഗമവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ യാത്രാനുഭവം പ്രദാനം ചെയ്യാനും പുതിയ വിമാനത്താവളം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. അദാനി ഗ്രൂപ്പിന് 74%, സിഡ്കോയ്ക്ക് 26% ഓഹരി പങ്കാളിത്തമാണ് ഇതിലുള്ളത്. നടത്തിപ്പ് ചുമതലയും അദാനി ഗ്രൂപ്പിനാണ്. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ തുറന്നത്. 4ാം ഘട്ടം വരെ പൂർണ്ണസജ്ജമാകാൻ 2035 വരെ കാത്തിരിക്കേണ്ടി വരും.